ഹരേ കൃഷ്ണ. ഈ അടുത്ത കാലത്ത് കണ്ട ഒരു കമൻറ്റ്, അയാൾ ചോദിച്ചത് നിങ്ങളുടെ ഭഗവാൻ എന്താ സൈക്കോ ആണോ എന്ന്. അങ്ങനെ ചോദിക്കാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ, അന്നുണ്ടായ വിമാനാപകടമില്ലേ, അതിൻ്റെ താഴെ ധാരാളം കമൻറ്റുകൾ ഉണ്ടായിരുന്നു. അതിൽ ചിലർ അവരവരുടെ വിശ്വാസപ്രകാരമുള്ള ദൈവങ്ങളുടെ പേരുകളും എഴുതിയിട്ടിരുന്നു. അതിൽ വന്നൊരു കമൻറ്റ് എല്ലാം ദൈവനിശ്ചയമെന്നും മറ്റൊരാൾ ഇട്ടു എല്ലാം ഭഗവാന്റെ പരീക്ഷണമെന്നുമൊക്കെ. അങ്ങനെയുള്ള കമൻറ്റിൻ്റെ അടിയിൽ വന്ന ഒരു കമൻറ്റാണ് എന്താ നിങ്ങളുടെ ദൈവം സൈക്കോ ആണോ എന്ന്. അതായത് ഭഗവാൻ എന്ന് പറയുന്നത് മറ്റുള്ളവരെയൊക്കെ ദ്രോഹിക്കുക, അവരുടെയൊക്കെ വേദന കണ്ട് സന്തോഷിക്കുക, ഇതാണോ നിങ്ങളുടെ ഭഗവാൻ എന്നാണ് അയാൾ പരിഹാസപൂർവ്വം ചോദിച്ചത്. നമ്മൾക്കുണ്ടാവുന്ന കഷ്ടപ്പാടുകളുടെയും പ്രയാസങ്ങളുടെയും ദുരിതങ്ങളുടെയും ഒക്കെ കാരണക്കാരൻ ഭഗവാനാണോ? നമ്മൾക്ക് ഇതിൽ യാതൊരു പങ്കുമില്ലേ? അറിവില്ലായ്മ കൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ പറയുന്നത്. നമ്മുടെയൊക്കെ എല്ലാ നന്മയുടെയും തിന്മയുടെയും കാരണക്കാർ നമ്മൾ മാത്രമാണ്. അതിൽ ഭഗവാനെ കൂട്ടുപിടിക്കുകയേ വേണ്ട. ഒരാൾ മദ്യപിച്ച് കുടുംബത്തെ ദ്രോഹിക്കുകയാണെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ ഭഗവാനാണോ? അയാൾ അങ്ങനെ മദ്യപാനി ആവാനുള്ള കാരണങ്ങളിൽ ഒന്ന് ഈ ജന്മത്തിലും മുജ്ജന്മത്തിലും അയാൾ ചെയ്തു കൂട്ടിയ പാപകർമ്മങ്ങൾ കൊണ്ട് തന്നെയാണ്. അയാൾ മുഖേന വിഷമങ്ങൾ അനുഭവിക്കുന്നവരും ഇതുപോലെ ഏതൊക്കെയോ ജന്മത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഫലമാണ് അവരും അനുഭവിക്കുന്നത്. അതിനൊന്നും ഭഗവാനെ കൂട്ടുപിടിക്കേണ്ട. 2 ദിവസം മുമ്പ് മറ്റൊരു ന്യൂസ് കണ്ടു. 20 വയസ്സുള്ള അവിവാഹിത കുഞ്ഞിനെ പ്രസവിച്ച് കൊന്ന് കാട്ടിലേക്ക് എറിഞ്ഞു എന്ന്. ഇതെങ്ങനെ ഭഗവാന്റെ പരീക്ഷണമാവും? ഇതിൽ ഭഗവാനാണോ സൈക്കോ, അതോ ഈ ദുഷ്ടപ്രവൃത്തി ചെയ്യുന്നവരാണോ? ഈ കർമ്മകടങ്ങളൊക്കെ തീർക്കാൻ ഇവർ ധാരാളം ജന്മങ്ങൾ പുഴുവായും പാറ്റയായും ഒക്കെ ജനിക്കേണ്ടി വരും. ഇടയ്ക്ക് മനുഷ്യജന്മം കിട്ടും. ആ ജന്മത്തിൽ വീണ്ടും വീണ്ടും ഈ അധർമ്മ പ്രവർത്തികൾ ചെയ്യുകയാണെങ്കിൽ വീണ്ടും വീണ്ടും പാറ്റയായും പല്ലിയായും ഒക്കെ ജനിക്കേണ്ടി വരും. ഭഗവാനെ കുറ്റപ്പെടുത്താൻ ചിലർ കാണിക്കുന്ന ഉത്സാഹമുണ്ടല്ലോ, അതെന്തിനാണെന്നോ? കാരണം ഇവർക്ക് ഈശ്വരവിശ്വാസമില്ല. ഇവർ നിരീശ്വരവാദികളാണ്. മറ്റുള്ളവർ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളങ്ങനെ വിശ്വസിക്കേണ്ട, നിങ്ങളും ഞങ്ങളുടെ പാതയിലേക്ക് വരൂ എന്നാണ് ഇവർ ക്ഷണിക്കുന്നത്. ഭഗവാൻ ആരെയും ശിക്ഷിക്കുന്നില്ല, രക്ഷിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. ഒരടി നമ്മൾ അങ്ങോട്ടേക്ക് വെക്കുമ്പോൾ 100 അടി ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് വരും. അത്രയ്ക്കും കാരുണ്യവാനാണ് ഭഗവാൻ. നമ്മുടെ ഇപ്പോഴത്തെ ജീവിതം മുജ്ജന്മ കർമ്മങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. എന്തൊക്കെ മുജ്ജന്മ കർമ്മകടങ്ങളുമായിട്ടാണ് നമ്മുടെ ഈ ജന്മം എന്നറിയില്ല. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്തിന് ആ ജന്മത്തിൽ തന്നെ അനുഭവിച്ച് തീർത്താൽ പോരായിരുന്നു, എന്തിന് അടുത്ത ജന്മത്തിലേക്ക് ഈ മുജ്ജന്മ പാപവും കൊണ്ടുവരുന്നത് എന്ന്. അതിൻ്റെ കാരണം നേരത്തെ പറഞ്ഞതുപോലെ ധാരാളം ദുഷ്കർമ്മങ്ങൾ ചെയ്ത് നാട്ടുകാരെ കൊണ്ടും വീട്ടുകാരെ കൊണ്ടും ഒക്കെ പറയിപ്പിച്ചും അവരുടെയൊക്കെ ശാപവും പ്രാക്കുമൊക്കെ വാങ്ങി ജീവിക്കുന്ന ഒരാൾക്ക് അയാളുടെ ദുഷ്കർമ്മ ഫലങ്ങൾ ആ ഒരു ആയുസ് കൊണ്ട് തീരുമോ? ഒരിക്കലുമില്ല. ഒന്നും വേണ്ട, വാക്കുകളെ കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിച്ചാൽ പോലും അതും പാപകർമ്മങ്ങളിൽ പെടും. അപ്പോൾ ഇത്രയും ക്രൂരത കാണിക്കുന്ന ആളുകളുടെ പാപകർമ്മങ്ങൾ ഒരായുസ് കൊണ്ടൊന്നും തീരില്ല. ധാരാളം ജന്മങ്ങളെടുത്ത് ദുരിതങ്ങൾ അനുഭവിച്ച് തീർക്കണം, എന്നാലേ അവരുടെ പാപകർമ്മങ്ങൾ തീരുകയുള്ളൂ. ചില മനുഷ്യർക്ക് വളരെ വേഗത്തിൽ മാനസാന്തരം വന്ന് ഭഗവാനിലേക്ക് അടുക്കും, പെട്ടെന്ന് ഭഗവാനോട് സറണ്ടർ ചെയ്യും. അങ്ങനെയുള്ളവരാണെങ്കിൽ എളുപ്പത്തിൽ അവരുടെ പാപം കുറഞ്ഞു കിട്ടും. അതിന് ഭക്തി ഉണ്ടാവണം, ഭഗവാനിലേക്ക് അടുക്കണം, നാമജപം ശീലിക്കണം. അപ്പോൾ പെട്ടെന്ന് എല്ലാ പാപകർമ്മങ്ങളിൽ നിന്നും മോചനം ലഭിക്കും. ഒരു ഉദാഹരണം നോക്കാം. ഒരു ആൾ തെറ്റ് ചെയ്താൽ അയാൾക്ക് 14 വർഷം ശിക്ഷ വിധിച്ചു എന്ന് വിചാരിക്കുക. അയാൾ പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ച് കടന്നു കളഞ്ഞു. 14ാമത്തെ വർഷം അയാൾ പിടിക്കപ്പെട്ടാൽ അയാൾ വീണ്ടും ജയിലിലാവും. മാത്രമല്ല, ഒളിവിൽ പോയതിനും കൂടെ കൂട്ടി ശിക്ഷാ കാലാവധി കൂടും. എന്താ ഇപ്പോൾ ഇവിടെ ഉണ്ടായത്? 14 വർഷം ശിക്ഷ പൂർത്തിയാക്കി ഇറങ്ങി ജീവിക്കേണ്ട സമയത്ത് കുറേ കൂടെ പ്രായം കൂടിയപ്പോൾ അതും ഇരട്ടി വർഷം ശിക്ഷ ലഭിക്കുന്നു, അയാൾക്ക് അനുഭവിക്കേണ്ടി വന്നു. എന്നാൽ പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ച് ഒളിവിൽ താമസിച്ചപ്പോൾ സമാധാനത്തിൽ ജീവിക്കാൻ പറ്റിയോ? പേടിച്ചുകൊണ്ട് അതിനും പറ്റിയില്ല. അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. നമ്മൾ അറിവില്ലായ്മ കൊണ്ട് പാപങ്ങൾ ചെയ്തു പോയാൽ ഭഗവാനോട് ക്ഷമ പറഞ്ഞ് പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം ഭഗവാനിൽ സമർപ്പിച്ച് ജീവിക്കുക. എന്നാൽ എല്ലാ തെറ്റുകളും ഭഗവാൻ ക്ഷമിക്കും എന്നും മാത്രമല്ല, പിന്നീടുള്ള ജീവിതം സമാധാനത്തോടെ ജീവിക്കുകയും ചെയ്യാം. ഓരോ വാക്കുകളും ഭഗവാന്റെ പത്മപാദങ്ങൾ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ.
കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.